രാക്കനവിലെ നിലാകവിതയോ നീ, ഈ പകലിലെ പോക്കുവെയിലോ നീ, പിടഞ്ഞുണരും കനൽമിഴിയോ പതഞ്ഞുയരും കടൽ തിരയോ. ഹോസ്പിറ്റലിൽ ശ്രുതിയെ അന്വേഷിച്ചു വരുന്ന സിറിൽ അയാൾ ശ്രുതിയെപ്പറ്റി ഡോക്ടർ സൂസനോട് ചോദിക്കുന്നു. ശ്രുതിയുടെ ബന്ധുക്കൾ വന്ന് അവളെ എവിടെയോ കൂട്ടിക്കൊണ്ടുപോയെന്ന് പറയുന്ന സൂസൻ ആശങ്കാകുലനാകുന്ന സിറിൽ. ഡോക്ടർ രാഖിയുടെ നേതൃത്വത്തിൽ ശ്രുതിയുടെ പ്രസവം മറ്റൊരു ഹോസ്പിറ്റലിലാക്കുന്ന രവിയും സവിതയും. അതിന്റെ ഭാഗമായി ശ്രുതി ഒരു മഠത്തിലാക്കി അവർ തിരിച്ചു പോകുന്നു. സിറിലിനെ പറ്റി ലില്ലിക്കുട്ടിയോട് സംസാരിക്കുന്ന അരുൺ തോമസ്. ഇനി തുടർന്ന് കാണുക. നിന്റെ കല്യാണം ശരിയായ അത് ഇവിടെ വെച്ച് നടത്താന്നാ ഞാൻ നേർന്നിരിക്കുന്നേ. എന്ത് പ്രാർത്ഥിച്ചാലും അച്ചട്ടാ അതുപോലെ തന്നെ നടക്കും. ശരിയാ അമ്മച്ചി, എല്ലാം അച്ചട്ടാ. കല്യാണം നമുക്ക് ഇവിടെ വെച്ച് തന്നെ നടത്താന്നേ. അല്ലട ഡെന്നിസേ, നീയല്ലേ വരില്ല എന്ന് പറഞ്ഞത്? ഡെന്നിസേ, കർത്താവ് പ്രത്യക്ഷപ്പെട്ട പോലെ ആയില്ല. അമ്മച്ചിയോട് ഞാൻ പറഞ്ഞില്ലേ, അമ്മച്ചി കണ്ണടച്ച് തുറക്കുന്നതിന് മുമ്പ് ഞാനിങ്ങ് വരുമെന്ന്. പ്രാർത്ഥിച്ചോടാ, അച്ചട്ടാ കാര്യങ്ങളൊക്കെ. അമ്മച്ചി ഒന്നിങ്ങ് വന്നേ. നീ പോയിട്ട് എന്തായിടാ? അമ്മച്ചിയെ, എല്ലാ വാതിലുകളും ഇങ്ങനെ മലർക്ക തുറന്നു നടക്കുക. ചട്ടുവാക്കുളം ലില്ലിക്കുട്ടിയുടെ ഓമനപുത്രൻ അരുൺ തോമസിന്റെ തിരുമാംഗല്യം സ്വർഗസ്ഥനായ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ അനുഗ്രഹത്താൽ അങ്ങനെ നടക്കാൻ പോവാ. സത്യാണോടാ മോനെ? നീ കേട്ടതൊക്കെ സത്യം? എന്റെ അമ്മച്ചി കർത്താവിന്റെ മുന്നിൽ വെച്ച് ഡെന്നിസ് സത്യമല്ല എന്തെങ്കിലും പറയോ? കേട്ടോടാ, മാതാവിന്റെ ശക്തി കണ്ടോ? ഞാനിപ്പോ മനസ്സറിഞ്ഞ് പ്രാർത്ഥിച്ചതല്ലേ ഉള്ളൂ. ഇപ്പൊ തന്നെ എന്റെ ഫലം കിട്ടിയത് കണ്ടോ? എന്റെ കർത്താവേ, അങ്ങയുടെ നാമം വാഴ്ത്തപ്പെടട്ടെ. എന്റെ മകന്റെ തിരുക്കല്യാണം ഞാൻ മാതാവിന്റെ മുന്നിൽ വെച്ച് നടത്തിയേക്കാമേ. മോനെ ഡെന്നീസേ, എന്താ അമ്മച്ചി വിശേഷങ്ങളൊക്കെ പറയടാ. എന്തായി, എങ്ങനെയൊക്കെ കാര്യങ്ങള്? അവരിങ്ങോട്ട് വരാനുള്ള തയ്യാറെടുപ്പില്ല അമ്മച്ചി. അവളുടെ അമ്മയും അമ്മാവനും ബന്ധുക്കളും ഒക്കെ. എപ്പോഴാടാ അവര് വരുന്നേ? തീയതി വല്ലതും പറഞ്ഞോ? അമ്മച്ചി, അടുത്ത മാസം 23-ന് 24-നോ അവളുടെ അമ്മ നിശാന്തിനി ശങ്കർ ഇങ്ങോട്ട് വരും. ഈ ടിക്കറ്റിന്റെ അനുസരിച്ചല്ലേ യാത്ര തീരുമാനിക്കാൻ പറ്റൂ. അത് മതി, ഏതായാലും വരുമല്ലോ. പിന്നെ അവര് മാത്രമല്ല, അവളുടെ ഒരു കൊച്ചച്ഛനുണ്ട്, അങ്ങ് ഡൽഹിയിലാ. അമേരിക്കൻ എംബസിയിൽ ഉദ്യോഗസ്ഥനാ. അയാളുടെ ഫാമിലിയൊക്കെ ന്യൂസിലൻഡ് സെറ്റിൽഡാ. കുട്ടികളൊക്കെ പഠിക്കുന്നത് അവിടാ. പിന്നൊരമ്മാവൻ രാഷ്ട്രപതിയുടെ പേഴ്സണൽ സ്റ്റാഫിലാ. ആര്? ഇന്ത്യൻ പ്രസിഡന്റിന്റെ പേഴ്സണൽ സ്റ്റാഫ്. പിന്നൊരമ്മാവനുള്ളത് സ്വിറ്റ്സർലൻഡിലാ. വലിയ ബിസിനസ്സാ അവിടെ. കോടീശ്വരൻ ഫാമിലി അല്ലേ. പിന്നെ ആരൊക്കെയോ വലിയ ഉദ്യോഗസ്ഥന്മാരാ, പേരൊക്കെ പറഞ്ഞായിരുന്നു, ഞാനങ്ങ് വിട്ടുപോയി. ഇവരൊക്കെ എല്ലാവരും വന്ന് കണ്ട് കാര്യങ്ങളൊക്കെ തീരുമാനിക്കും. എന്തായാലും അമ്മച്ചിയുടെ മോനൊരു പുളിങ്കമ്പേലാ കയറി പിടിച്ചേക്കുന്നേ. അല്ല, ഇത്രയും വലിയ കുടുംബത്തിലെ കൊച്ച് എന്തിനാ മോനെ ഇവന്റെ കമ്പനിയിൽ ജോലി ചെയ്യുന്നത്? അല്ല, ഇവൻ കൊടുക്കുന്ന ഈ നക്കാപ്പിച്ച ശമ്പളത്തിന്. അത് ഈ അമ്മച്ചിയുടെ ഒരു കാര്യം. അമ്മച്ചിയെ പോലെ ലളിതാരാഗിണി പത്മിനിമേനയുടെ കാലത്താണോ അവർ ജീവിക്കുന്നത്? ഇവരൊക്കെ ന്യൂ ജനറേഷൻ അല്ലേ. പ്രേമത്തിനൊക്കെ കണ്ണുണ്ടോ അമ്മച്ചി? ഇവിടെ ശമ്പളം ജോലിയൊക്കെയാണോ ഒരു പ്രശ്നം? പ്രേമല്ലേ അമ്മച്ചി? ഇതൊക്കെ ബാംഗ്ലൂർ സെറ്റപ്പ് അല്ലേ? മോനിടക്കിടക്കൊക്കെ ബാംഗ്ലൂർ പോകുന്ന എന്തിനാണെന്ന് അമ്മച്ചി തിരക്കിയായിരുന്നോ? ഇല്ലല്ലോ. എന്താ സെറ്റപ്പ് അമ്മച്ചി അന്വേഷിച്ചായിരുന്നോ? ഇല്ലല്ലോ. അതിന് ബാംഗ്ലൂര് ബിസിനസ് എന്നും പറഞ്ഞല്ലേ പോണേ. ഓ, ബിസിനസ്. അമ്മച്ചി ഇപ്പൊ കണ്ടല്ലോ അവന്റെ ബിസിനസ് എന്തായിരുന്നു എന്ന്. കൊച്ചു കള്ളനല്ലേ ഇവൻ, കള്ളൻ തോമസ്. എന്തായാലും സമാധാനായി മോനെ. ഇനി എന്തായാലും കല്യാണം നടക്കുമല്ലോ. നടക്കും അമ്മച്ചി. അവരോടെല്ലാവരോടും ആലോചിച്ച് നമുക്കൊരു ഡേറ്റും കൂടി തീരുമാനിക്കാം. പെട്ടെന്ന് വേണമെന്ന് അവർ പറയുന്നത്. പിന്നെ അവരുടെ ബാക്കി എല്ലാവർക്കും വരാനുള്ള സമയം നമ്മൾ കൊടുക്കണമല്ലോ.
23-ാം തീയതി എന്തായാലും നിശാന്തിനി ശങ്കർ വരും. അവര് വന്നിട്ട് ബാക്കി കാര്യങ്ങൾ നമുക്ക് തീരുമാനിക്കാം. ദാ. ഏതായാലും ഇത് നടന്നാ മതി. ഇല്ലമ്മച്ചി, ഈ കല്യാണം നടക്കില്ല. നടക്കില്ലെന്നാ നീ എന്തുട്ടാണ്ടി പറയണേ? നീ മാതാവിന്റെ മുന്നിൽ വെച്ച് ഈ പറയണേ? തമ്പുരാൻ പൊറുക്കില്ലട്ടാ. എനിക്ക് ഈ കല്യാണം വേണ്ടെന്നേ. എനിക്ക് താല്പര്യമില്ല. അമ്മച്ചി വെറുതെ അതിനു വേണ്ടി നടക്കണ്ട. നീ എന്തുട്ടീ പറയണേ? അമ്മച്ചി, അത് വിട്. അത് ഞങ്ങൾ രണ്ടുപേരുടെ തീരുമാനിച്ച അത് വേണ്ടെന്ന്. അമ്മച്ചി, ഇതൊക്കെ ചുമ്മാതല്ലേ? ഇതൊക്കെ ഇവന്റെ വെറും നമ്പറല്ലേ? എനിക്കറിയാം, ഇവൻ അവളെ എവിടെയോ കൊണ്ടൊളിപ്പിച്ചേക്കുവാ. ഇല്ലയോടാ? ഇവനാണെങ്കിൽ ഒരു മാസമായിട്ട് ഓഫീസിൽ ചെല്ലാറില്ല, അവളും ചെല്ലാറില്ല. അവളുടെ അമ്മയാണെങ്കിൽ അവളെ വിളിച്ചിട്ട് കിട്ടാത്തതുകൊണ്ട് ആകെ ടെൻഷൻ അടിച്ചിരിക്കുക. ഞാൻ അന്വേഷിച്ചു പോയപ്പോഴല്ലേ അറിഞ്ഞേ രണ്ടുപേരെയും കാണാനില്ല. എവിടെയോ വീടോ ഫ്ലാറ്റോ ഒക്കെ എടുത്ത് കൊണ്ടുപോയി ഒളിപ്പിച്ചിരിക്കുക അല്ലേടാ? പിടി തരുന്നില്ലല്ലോ ഇവൻ അങ്ങോട്ട്. അമ്മച്ചൊന്ന് ചോദിച്ചു നോക്കിയേ, ശ്രുതിയെ എവിടെ ഇവൻ കൊണ്ട് താമസിപ്പിച്ചിരിക്കുന്നതെന്ന്. ചോദിച്ചു നോക്കാം അമ്മച്ചി. സത്യായിട്ടാണോടാ? ആണെന്ന്. അമ്മച്ചി, ഇവൻ ചുമ്മാ ഓരോന്നും. അമ്മച്ചി, ഇവന്റെ ഓഫീസിലെ കാര്യം അറിയോ? അവിടെ എല്ലാരും ചോദിച്ചു തുടങ്ങി എന്നാ അവരുടെ കല്യാണം, പിന്നെ ഇവരൊന്നിച്ചാണോ താമസിക്കുന്നത്, അതോ പിന്നെ വിശേഷം വല്ലോ ആയോ എന്നൊക്കെ. പിന്നെ അരുൺ എന്ത് ചെയ്യാനാ അമ്മച്ചി, അല്ലയോ? ഡേ, നീ വല്ല കുരുത്തക്കേട് ഒപ്പിച്ചോ? നിന്നെ വിശ്വസിച്ചൂടാ. ഒന്ന് പോടാ. എന്റെ മോൻ അങ്ങനെയൊന്നും ചെയ്യില്ല. അങ്ങനെ എന്തെങ്കിലും ആണെങ്കിൽ ശരിയാക്കും ഞാനവനെ. അല്ല അമ്മച്ചി, അവളെ ഒന്ന് കാണിച്ചു തരാൻ പറ ഇവനോട്. വിളിച്ചോണ്ട് വരാൻ പറ. അവൻ കൊണ്ടുവരട്ടെ, അപ്പൊ കാണാലോ വല്ല കുരുത്തക്കേട് വല്ല ഒപ്പിച്ചാണോന്ന്. അവനെ വിട്ടേ, വേഗം ഇങ്ങോട്ട് ഇറങ്ങിയേ. അവിടെ നിൽക്ക്, കാര്യങ്ങൾക്കൊരു തീരുമാനമാകണ്ടേ? തീരുമാനമാക്കിയിട്ടേ ഞാൻ പോകുന്നുള്ളൂ. അമ്മച്ചി പോയി പ്രാർത്ഥിച്ചാട്ടെ. എന്താ കാര്യമെന്ന് നമുക്ക് അറിയണമല്ലോ അല്ലേ? അമ്മച്ചി പോയി പ്രാർത്ഥിച്ചാട്ടെ. എന്തുട്രാ? എവിടെടാ അവള്? നീ എവിടെയാ കൊണ്ട് ഒളിപ്പിച്ചിരിക്കുന്ന? ആരെ ഒളിപ്പിച്ചെന്നാ നീ പറയണേ? നീ ആക്ട് ചെയ്യാ? നീ അഭിനയിക്ക? സുദീപിന്റെ വീട്ടിൽ നിന്ന് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്യാൻ വേണ്ടി രവിയും സവിതയും കൊണ്ടുപോയ ഇഷ എവിടെ? എവിടെയാന്ന്? ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിട്ട് ഇഷയെ ആരൊളിപ്പിച്ചു? എനിക്കറിയില്ല. ഹോസ്പിറ്റലിൽ കൊണ്ട് അഡ്മിറ്റ് ചെയ്തിട്ടേ രവിയും ഭാര്യയും അവളെ കൊണ്ട് കളഞ്ഞിട്ട് പോയി. പിന്നെ അവളെ കാണാനില്ല. എവിടെടാ അവള്? പ്രസവിപ്പിച്ച് കൊടുക്കാന്നും പറഞ്ഞു കൊണ്ടുപോയി താമസിപ്പിച്ചതല്ലേ? നീയും കൂടെ അറിഞ്ഞോണ്ടല്ലേ? എനിക്കറിയില്ലെന്നും. ഡോക്ടർ പറഞ്ഞ അവളുടെ ബന്ധുക്കളാരോ ഒന്ന് വിളിച്ചോണ്ട് പോയെന്ന്. ഞാനറിയാത്ത ബന്ധുക്കളാരാ അവൾക്ക്? നീയല്ലാതെ വേറൊരു ഏത് ബന്ധുവാണ് അവൾക്കുള്ളത്? എവിടെയാടാ അവളെ കൊണ്ടുപോയേ? പറയടാ. എനിക്കറിയില്ലെന്ന് പറഞ്ഞില്ലേ? ഹേ, അവളിപ്പോ എന്റെ ഓഫീസിൽ വന്നിട്ട് ആഴ്ചകൾ കഴിഞ്ഞു. അവളെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയത് രവിയേട്ടനും ടീച്ചറുമാണെന്നുണ്ടെങ്കിൽ അവിടെ പോയി ചോദിക്കേ. അവൾ എവിടെയാണെന്ന് എന്നോട് ചോദിച്ചിട്ട് എന്താ കാര്യം? അപ്പൊ നിനക്കൊന്നും അറിയാലല്ലേ? എനിക്കറിയില്ല. നീ പറയും. നിന്നെ കൊണ്ട് ഞാൻ പറയിപ്പിക്കും. അവൾ എവിടെയാണെങ്കിലും നീ വിളിച്ചോണ്ട് വരും. കൊണ്ടുവരുന്നുണ്ട് ഞാൻ അവളുടെ അമ്മയെ, നിശാന്തിനി ശങ്കറിനെ. എന്നിട്ട് തീരുമാനിക്കാം നിനക്കറിയോ ഇല്ല എന്നുള്ള കാര്യം. കേട്ടോ? നീ ആരടാ? നീ ആരെ ഈ പേടിപ്പിക്കണേ? ഒന്ന് പോടാ. നീ പോയിട്ട് കൊണ്ടുപോടാ അവളുടെ അമ്മ നിശാന്തിനി ശങ്കറിനെ, അച്ഛനെ, അമ്മാവനെ. നീ പോയി ഞാൻ ഇന്ത്യൻ പ്രസിഡന്റിനെ ഇങ്ങോട്ട് കൊണ്ടുപോവാ. പക്ഷെ അവളെ നീ ഇങ്ങോട്ട് കൊണ്ടുവരണം. അവളെ ഞാൻ കെട്ടടാ. ഞാൻ കെട്ടും. അവളുടെ കഴുത്തിൽ ഞാൻ താലി കെട്ടും, നിറവയറോടെ, എന്റെ അമ്മച്ചിയുടെ മുന്നിൽ വെച്ച്. നീ ആരെ ഈ പേടിപ്പിക്കണേ? ആണത്തുണ്ടെങ്കിൽ പോയി കൊണ്ടുവിടാ. നീ പറഞ്ഞില്ലേ കുരുത്തക്കേട്? ആ കുരുത്തക്കേട് ഞാനങ്ങേറ്റോളാം. ചെല്ലടാ. ചെല്ലടാ. കല്ലിങ്കൽ ജോൺ പാപ്പന്റെ മോൻ സീറില് നിങ്ങള് നിസ്സാരക്കാരനല്ലടാ. ചട്ടുവാക്കുളം തോമസിന്റെ മോനെ ഒരു ജാതി സംഭവട്ടാ. പൊളിച്ചടിക്കുന്നില്ല ഞാൻ. എന്താടാ? ഞാനങ്ങോട്ട് പോണ്ട് നിന്റെ ക്യാൻസർ വന്ന് നടക്കുന്ന അപ്പാപ്പനെ കാണാൻ. അമ്മച്ചി അറിയട്ടെ
നിന്റെ തിരുസ്വരൂപം. പിന്നെ നിന്റെ നാറിയ കളിയുണ്ടല്ലേ, അതെന്തിനാണെന്ന് എനിക്കറിയാം. അവളെ നിനക്ക് അങ്ങോട്ട് സ്വന്താക്കാനല്ലേ. അങ്ങനാണെങ്കിലേ നീ ഇപ്പൊ ഒന്ന് കേട്ടോ, അവളെ ഞാൻ നിനക്ക് വിട്ടുതരില്ല. അവളെ ഇനി എനിക്ക് വേണം. നീ പറ്റുമെങ്കിൽ ഇത് നോക്കടാ, ഇങ്ങോട്ട് നോക്കടാ. എടാ കല്ലിങ്കൽ ജോൺ സീറിയല് ആണ് നീയെങ്കിൽ നീ ഒന്ന് കളിക്കടാ. കളിക്ക്, നമുക്കൊന്ന് കളിക്കാന്നേ. അമ്മേ, മക്കളെ, നിങ്ങളെ ഞാൻ എത്ര വിളിച്ചു കിട്ടിയില്ല. പോയിട്ടെന്തായി അവളുടെ കാര്യം? അവളെ കൊണ്ട് ആശുപത്രിയിലാക്കി. അപ്പൊ അവിടെ ആരും വന്നില്ലേ ഹോസ്പിറ്റലില്? ഞങ്ങൾ ആരെയും കണ്ടില്ല അമ്മേ. ഞങ്ങളോട് പറഞ്ഞ പോലെ അവിടെ കൊണ്ടാക്കി. പിന്നെ ഇറങ്ങാൻ നേരത്ത് ഏതോ ഒരു തടിച്ച മനുഷ്യൻ വന്ന് കാര്യങ്ങളൊക്കെ തിരക്കുന്ന കണ്ടു. അവളായിട്ട് തീരുമാനിച്ചു പോയതല്ലേ അമ്മേ? ഞങ്ങളോട് വേഗം പൊയ്ക്കോളാൻ പറഞ്ഞു. ഞങ്ങൾ ഇങ്ങ് പോന്നു. സുദീപ് എന്തിയമ്മ? അവൻ ജയസുധയെ വിളിക്കാൻ പോയി. ഇന്നിനി വരില്ലെന്നും പറഞ്ഞു. ശ്രുതി ഇറങ്ങാൻ കാത്തിരിക്കായിരുന്നു. അവൻ അവളെ പോയി വിളിക്കാൻ. അച്ഛൻ എന്തിയെ? അതു പറയാനല്ലേ മക്കളെ നിങ്ങളെ ഞാൻ വിളിച്ചത്. എന്തു പറ്റി? പിള്ളച്ചേട്ടൻ പോയി. എങ്ങോട്ട്? എങ്ങോട്ട്? മാവേലിക്കരയിലേക്ക്. സാധനങ്ങളൊക്കെ എടുത്തോണ്ടാ പോയത്. അമ്മയൊന്നും പറഞ്ഞില്ലേ? പറഞ്ഞു. ഞാൻ തടഞ്ഞു നോക്കി. എന്നെ ഒത്തിരി വഴക്കും പറഞ്ഞു. ഇത് ശാപം കിട്ടിയ വീടാണെന്ന്. എന്നോട് പാലക്കാട് പോയി നിൽക്കാനും പറഞ്ഞു. ഡോക്ടർക്ക് ഏതായാലും ഒന്നും അറിയില്ല. അവരെ സംബന്ധിച്ച് അവളുടെ ഭർത്താവ് ബന്ധുക്കളാരെ വന്നു കൊണ്ടുപോയി, അത്രേ ഉള്ളൂ. ഇതവൻ്റെ കളിയാ, അരുണ്ടെ. ഇന്നവൻ്റെ വെല്ലുവിളി അത്ര കടുത്തായിരുന്നു പള്ളി വെച്ച്. സുദീപ് അവനുമായിട്ടുള്ള ഒത്തുകളിയാ, എനിക്കറിയാം. ഞാനെന്താ ഇപ്പൊ ഇതിൽ നോക്കേണ്ടത്? എടേ, എറണാകുളം ജില്ലയിലെ ഫേമസ് ഹോസ്പിറ്റൽസിന്റെ കംപ്ലീറ്റ് ലിസ്റ്റ് എടുക്ക്. ഗൈനക്കോളജി ഡിപ്പാർട്ട്മെന്റിലെ കംപ്ലീറ്റ് ഡോക്ടേഴ്സ് ലിസ്റ്റ് എടുക്ക്. അത് തന്നെയല്ലേ ഞാനിപ്പോ നോക്കിക്കൊണ്ടിരിക്കുന്നത്. ഇതാണ് അപ്ഡേറ്റഡോ അല്ല. എടാ, ഇനി എറണാകുളം ജില്ലയിലെ വെളിയിലെങ്ങാനും കൊണ്ടുപോയി കാണോ? എന്നോട് ചോദിച്ചാ ഞാനാണോ ഒന്ന് അഡ്മിറ്റ് ചെയ്തേ? അതിന് നീ എന്തിനാ എന്നോട് ചാടി കളിക്കുന്നത്? നീ ഒന്ന് പോയേ, ഞാൻ നോക്കട്ടെ. അല്ലെങ്കിൽ നിന്നെ കൂടെ എന്താ ഗുണം? എടാ, അവള് ചിലപ്പോ ദൂരെ എവിടെയെങ്കിലും ഒരു ഹോസ്പിറ്റലിൽ പോയതാണെങ്കിലോ, ഈ സ്റ്റേഷന് പുറത്താണെങ്കിലോ? എടി, അത്ര ദൂരെയൊന്നും അവൾക്ക് യാത്ര ചെയ്യാൻ കഴിയില്ലെന്നാണ് ഡോക്ടർ പറഞ്ഞത്. കൂടിപ്പോയ 1-2 മണിക്കൂർ ട്രാവൽ ചെയ്യേണ്ട ദൂരം. അത് എറണാകുളത്ത് നിന്ന് 2 മണിക്കൂർ ദൂരത്തിലുള്ള ഹോസ്പിറ്റൽസിന്റെ ലിസ്റ്റ് തപ്പിയാ പോരെ? ഞാൻ കണ്ടുപിടിക്കും. അതിന് എത്ര പൈസ മുടക്കേണ്ടി വന്നാലും എവിടെയായാലും അവളെ ഞാൻ കണ്ടുപിടിക്കും. നിനക്ക് ആ മുടിയനോട് സബിതയോട് നേരിട്ട് ചോദിച്ചാ പോരെ? ഇത്ര കഷ്ടപ്പെടേണ്ട വല്ല കാര്യമുണ്ടോ? എടി പടി, എടി അവളെ ഒഴിവാക്കാൻ വേണ്ടിയല്ലേ അവിടെ കൊണ്ട് തള്ളിയത്? ശ്രുതിക്ക് വേണ്ടി പ്രോപ്പർട്ടി കൊടുക്കാൻ അച്ഛൻ പറഞ്ഞതിന്റെ പേരിലല്ലേ ജയസുധ പ്രശ്നം ഉണ്ടാക്കിയത്?
ആ പ്രശ്നം സോൾവ് ചെയ്യാൻ വേണ്ടി അവർ ശ്രുതിയെ ഒഴിവാക്കല്ലേ? നീ എന്തോന്നൊന്നും അറിയാത്ത പോലെ സംസാരിക്കുന്നത്. അവർക്കറിയാലേ അവളെവിടാന്ന്. അവരോട് കളഞ്ഞിട്ട് പോയതല്ലേ. അവളുടെ ബന്ധുക്കളല്ലേ വന്ന് വിളിച്ചോണ്ട് പോയത്. ചുമ്മാ എണീറ്റ് പോ. ഇനിയിപ്പോ എന്താ ചെയ്യുന്നത്? ഏതായാലും ഇറങ്ങി തിരിച്ചില്ലേ. എനിക്ക് അവളെ അത്ര നിസ്സാരമായിട്ട് അങ്ങ് വിട്ട് കളയാൻ പറ്റുമോ? എന്നെ അങ്ങ് തോൽപ്പിക്കാന്ന് വിചാരിച്ചോ അവള്? എനിക്ക് വേണം അവളെ. കണ്ടുപിടിക്കും ഞാൻ. എവിടെ പോയി ഒളിച്ചാലും കണ്ടുപിടിക്കും ഞാൻ. വയറൊഴിഞ്ഞു കൊടുത്ത് അവൾ ഒറ്റയ്ക്കാവുമല്ലോ. അപ്പൊ അവളുടെ വാമഭാഗത്ത് ഞാൻ ഉണ്ടാവും. അതുവരെ ഇത് തുടരും. ഹലോ, ആ സർ, സിവിലിന്റെ ഓഫീസിൽ നിന്നാ. ആ ശരി സർ. ഇല്ല, പറയാം. മെഡിസിൻ എല്ലാം കൊടുത്തു. കൊടുത്തു. സബിത, ഡു യു ഫീൽ കംഫർട്ടബിൾ? ഒറ്റയ്ക്കാണെന്നുള്ള തോന്നലൊന്നും വേണ്ട കേട്ടോ. ഇടയ്ക്കിടയ്ക്ക് സിസ്റ്റർമാരൊക്കെ വരുന്നുണ്ട്. സബിത എവിടെയാ പഠിച്ചതൊക്കെ? ഞാൻ ബാംഗ്ലൂരായിരുന്നു. ജോലി അവിടെ തന്നെയായിരിക്കും അല്ലേ? അവിടെ ഒരു IT കമ്പനിയില. ആരായിരുന്നു സബിതയുടെ കൂടെ വന്നത്? ആ നീളമുള്ള ഒരാൾ. ചേട്ടനും ചേച്ചിയോ? എന്നുവെച്ചാ ഹസ്ബൻഡിന്റെ ചേട്ടനും വൈഫോ? ചേട്ടനെ കണ്ട ഒരു കലാകാരനെ പോലെ തോന്നുമല്ലോ. എഴുത്തുകാരനാ, പബ്ലിഷറാ. സബിത, ഫുഡൊക്കെ കഴിച്ചോ? ഇനി മെഡിസിൻ കഴിച്ചിട്ട് നേരത്തെ കിടന്ന് ഉറങ്ങണം. BP ചെക്ക് ചെയ്തോ ഡോക്ടർ? സ്റ്റഡി അല്ല, ഉറക്കക്കുറവുകൊണ്ടാ. നന്നായിട്ട് ഉറങ്ങണം കേട്ടോ. സിസ്റ്ററെ, ആ ടാബ്ലറ്റ്സ് കൊടുത്തോ? ഇപ്പൊ കൊടുക്കാം മാഡം. ഓക്കെ, ഡോക്ടറിങ് വന്നേ. ഓക്കെ. സവിതയോട് കൂടുതൽ പേഴ്സണൽ കാര്യങ്ങളൊന്നും ചോദിച്ചു വിഷമിപ്പിക്കണ്ട. ഒന്നാമതേ ഹസ്ബൻഡിനെ കാണാത്തന്റെ വിഷമത്തിലാ കൊച്ചു. ഭയങ്കര നെർവസാ. പിന്നെ ഈ സമയം കൂടെ അല്ലേ. ഞാൻ കാഷ്വലായി ചോദിച്ചെന്നേ ഉള്ളൂ. ഞാൻ ശ്രദ്ധിച്ചോളാം. കാര്യമായിട്ട് തന്നെയൊന്ന് ശ്രദ്ധിക്കണം കേട്ടോ. നമ്മളൊക്കെ ഉള്ളതുകൊണ്ടാ ഡോക്ടർ സൂസൻ ഇങ്ങോട്ട് റെഫർ ചെയ്തത്. ഓക്കെ ഡോക്ടർ, ഞാൻ ശ്രദ്ധിച്ചോളാം. രാവിലെ റൗണ്ട്സിന് ആലീസ് ഫസ്റ്റ് ഇവിടെ തന്നെ വരണം. ഓക്കെ ഡോക്ടർ. ശരി. ചൂടുവെള്ളം വെച്ചിട്ടുണ്ട്. ടാബ്ലറ്റ് കൊടുത്തോ? കൊടുത്തു മാം. ശരി. ഓരോന്നോർത്ത് വിഷമിക്കണ്ട കേട്ടോ. ഇവിടെ ഞങ്ങളൊക്കെ ഇല്ലേ, ധൈര്യമായിട്ടിരുന്നോ. പിന്നെ എന്തേലും ഉണ്ടെങ്കിൽ വിളിക്കണം കേട്ടോ, ഏത് പാതിരാത്രിയായാലും. ഞാൻ വിളിച്ചോളാം ഡോക്ടർ. പിന്നെ ഇതൊരു മഠമായതുകൊണ്ട് ഇവിടെ ചില ചിട്ടകളൊക്കെ ഉണ്ട്. വൈകുന്നേരം പ്രയറുണ്ട്. പള്ളി പോണമെന്നില്ല, ഇവിടെ ഇരുന്നു ആവാം. ദൈവമെല്ലാം ഒന്ന് തന്നെയല്ലേ. പിന്നെ ഫുഡ് റൂമിൽ തന്നെ സെർവ് ചെയ്യും. എന്തെങ്കിലും അഡീഷണൽ വേണമെന്നുണ്ടെങ്കിൽ ലിസ്റ്റ് എടുക്കാൻ വരുമ്പോ പറഞ്ഞാ മതി. പറഞ്ഞോളാം. ഒന്നൊരു പ്രശ്നമല്ല ഡോക്ടർ. ഇനി എന്തെങ്കിലും പേഴ്സണൽ ആവശ്യമുണ്ടെങ്കിൽ അതും പറയണം. രവിയും സവിതയും പ്രത്യേകം പറഞ്ഞ് ഏൽപ്പിച്ചിരിക്കുക. അങ്ങനെയൊന്നുമില്ല. പിന്നെന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ പറഞ്ഞോളാം. റൂമിൽ TVയോ മറ്റോ വേണമെങ്കിൽ വെക്കാം. പിന്നെ എന്റെ കയ്യിൽ ഒരു സ്പെയർ ലാപ്പുണ്ട്, അത് ഞാൻ കൊടുത്തുവിടാം. പിന്നെ ബുക്സ് വല്ലതും വേണമെന്നുണ്ടെങ്കിൽ. ഒന്നും വേണ്ട ഡോക്ടർ, ഇതൊക്കെ ധാരാളം. പിന്നെ വായിക്കാനുള്ളൊരു മോഡിലല്ലല്ലോ. ഓക്കെ. റൗണ്ട്സിന് ഡോക്ടർ ആലീസ് വരും. പിന്നെ ആരോടും ഒന്നും ഒരുപാട് സംസാരിക്കണ്ട. ഓരോരുത്തർ ഓരോന്ന് ചോദിക്കും. അവരിതൊന്നും അറിയാതെയാണേ ചോദിക്കുന്നത്. എങ്കിലും നമ്മളൊന്ന് കരുതണം. ശ്രുതി അരവിന്ദ് എന്നുള്ള പേര് തൽക്കാലം ഒന്ന് മറക്കണം. ശരി, ഞാൻ പോട്ടെ. ആ ഒരു സിസ്റ്റർ മുറി തന്നെ കാണും കേട്ടോ. പ്രാർത്ഥിച്ചു കിടന്നു. ചങ്ങനാശ്ശേരിന്ന് സതീശൻ വിളിച്ചിരുന്നു. അവിടെ എത്തിയിട്ടില്ലല്ലോ. 「」 സബിതയ്ക്ക് വയ്യ, അവള് കിടക്കുക. 「」 - 「」 - 「」 - 「」 - 「」 - 」 - 「」 - 」 - 「」 - 」 - 「」 - 」 - ။  「」 - ။  - 「」 - 「」 - 「」 -
ആ പൊടിമോൻ ഇങ്ങോട്ട് വരുന്നുണ്ട്. ഞാനങ്ങോട്ട് വിളിക്കാം. എന്തെങ്കിലും ഉണ്ടെങ്കിൽ അറിയിക്കണേ. അറിയാവുന്നവർക്കൊക്കെ വിളിച്ച് പറഞ്ഞിട്ട് ഇനി എന്ത് ചെയ്യാനാ? നോക്കാം നമുക്ക്. പറഞ്ഞതൊക്കെ ഓർമ്മയുണ്ടല്ലോ. മാവേലിക്കര ആണെങ്കിൽ മാവേലിക്കര, യതിയങ്ങൾ അങ്ങോട്ട് വരുന്നാ പറഞ്ഞ്. അതല്ല ഇനി എല്ലാരും കൂടെ ചേർന്നുള്ള പ്ലാൻ ആണെങ്കിലേ പൊളിച്ചടുക്കി കൈ കൊടുത്തേക്കണം. പഴം വിഴുങ്ങിയല്ല നിൽക്കരുത് കേട്ടോ. ശരിയെന്നാ, ഞാൻ പിന്നെ വിളിക്കാം. അച്ഛൻ മാവേലിക്കര ഇതുവരെ ചെന്നിട്ടില്ലെന്ന്. അച്ഛന് പോകേണ്ടടുത്തൊക്കെ പോയിട്ട് അങ്ങ് ചെന്നോളൂ. മനോവിഭ്രാന്തി ഉള്ളവരെ അങ്ങോട്ടും ഇങ്ങോട്ടേക്കൊക്കെ പോവും. അതൊക്കെ പോയി അന്വേഷിക്കാൻ ഇവിടെ ആരാ ഇരിക്കുന്നത്? പ്രായവും പക്വതയുള്ളവർക്ക് ഇങ്ങനെ ചെയ്യാൻ തുടങ്ങിയാൽ പിന്നെ എന്ത് ചെയ്യും? ഇതൊന്നും ആരും ആലോചിക്കാറില്ലല്ലോ. ഓരോന്ന് ചെയ്തു കൂട്ടുമ്പോ എല്ലാവർക്കും അവരവരുടെ കാര്യം നടക്കണം. വാശിയും വൈരാഗ്യവും ഓട്ടവും ചാട്ടവും. ഒന്നാമതെ പ്രായമായ മനുഷ്യനാ. ശരീരസുഖവും ഇല്ല, മനസ്സുഖവും ഇല്ല. ഇനി ഇപ്പൊ എന്തൊക്കെയാ നടക്കാൻ പോന്നേന്ന് ആർക്കറിയാം? ഇപ്പൊ ഞാൻ കാരണം അവൾ ഇറങ്ങിപ്പോയിന്നാ നിങ്ങളൊക്കെ പറയുന്നേ. അതുകൊണ്ടായിരിക്കും പിള്ളച്ചാച്ചനും കൂടെ അങ്ങ് പോയത്. അതിനുള്ള കുറ്റവും എന്റെ മണ്ടയിലോട്ടാക്കി. ഇവിടെ കുറ്റവും ശിക്ഷയൊന്നും ആരും വിചാരണ ചെയ്തില്ലല്ലോ. ഇത്രയൊക്കെ നടന്നതിലേ നീയും ഒരു കാരണോ? നിനക്ക് നിന്റെ വാശി നടക്കണമെന്നല്ലേ ഉണ്ടായിരുന്നുള്ളൂ. അത് നടന്നല്ലോ. അതല്ലെങ്കിലും എനിക്കറിയാം എന്തൊക്കെ നടന്നാലുവേ അതിനൊക്കെ കാരണം ഞാനായിരിക്കുമെന്ന്. അല്ലാതെ അച്ഛനും മോളും ചേർന്ന് നാടകം കളിച്ചിട്ടൊന്നും ഇവിടെ ആർക്കും ഒന്നുമില്ല. നീ ഇതെന്തൊക്കെയാ ഈ പറയുന്നേ? ആര് നാടകം കളിച്ചെന്നാ? പിന്നെ എന്താ കരുതണ്ടേ? അവള് പോയതിന്റെ പുറകെ പിന്നെ അച്ഛൻ എങ്ങോട്ടാ പോയേ? പോകേണ്ട സ്ഥലത്തൊന്നും എത്തിയിട്ടുമില്ല. അവൾക്കാരൊക്കെയോ ബന്ധുക്കളുണ്ടെന്നൊക്കെ പറയുന്നു. ആരും കാണില്ല. അവളും അച്ഛനും കൂടെ എങ്ങോട്ടോ പോയതാ. ഇനിയുള്ള സ്വത്തും കൂടെ എഴുതി മേടിക്കണമല്ലോ. ജയസുധ പറയുന്നതിലും കാര്യമുണ്ട്. ഞങ്ങൾക്ക് ഞങ്ങളുടെ കാര്യം നടക്കണ്ടേ? ഇങ്ങനെ ഓരോരോ കാര്യങ്ങൾ പറഞ്ഞ് നടന്നാ മതിയോ? അത് തന്നെയാ അവരുടെ പ്ലാൻ. അവൾ ആരാ മോള്? നിങ്ങൾക്ക് ആർക്കും ഇതുവരെ മനസ്സിലായിട്ടില്ല. ഇതൊന്നും ആരും അറിയില്ല എന്ന് വിചാരിച്ചു. നീ ഇവളും ഇതും പറയും, ഇതിനപ്പുറവും പറയും. ഇല്ലെങ്കിലേ അത്ഭുതമുള്ളൂ. പിള്ളച്ചേട്ടൻ അങ്ങനെ അവളുടെ പുറകെ പോകുമൊന്നുമില്ല. അവളെ കൊണ്ടുപോയത് രവി സബിതയല്ലേ? പിന്നെങ്ങനെയാ? വെറുതെ എന്തെങ്കിലുമൊക്കെ പറയാ? ഞാനും സുധീപേട്ടനും കാരണം ഇവിടെ ഇത്രയും പ്രശ്നം ഉണ്ടായെന്നല്ലേ ഇപ്പൊ പറഞ്ഞേ. അതിന് പരിഹാരം എന്താണെന്ന് ഞങ്ങൾക്കറിയാം. അവളെ വിളിച്ച് മാവേലിക്കരിക്ക് കൊണ്ടുപോയി എല്ലാരും കൂടെ കുടുംബമായിട്ട് ജീവിക്കാനുള്ള പരിപാടിയാണെങ്കിലേ ഈ പദ്ധതി നടക്കാൻ പോകുന്നില്ല. ഇത് ഞാൻ പറയുന്നതല്ല, സുധീപേട്ടൻ പറയുന്നതാ. ഇല്ലെങ്കി പറയട്ടെ. ഫഹറ, അതെ, അച്ഛൻ മാവേലിക്കരയിട്ട് ചെല്ലട്ടെ. ഞങ്ങളും അങ്ങോട്ടേക്ക് പോവാം. തീരുമാനം അവിടെ വെച്ചുണ്ടായിക്കോളാം. Yeah.